നമസ്കാരം. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി BJP നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയനെതിരെ ലാവ്ലിംഗ് കേസ്, നയതന്ത്ര പാക്കേജിലൂടെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ ആണ് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കേസ്. അങ്ങനെ നിരവധി കേസുകളുള്ള പിണറായി വിജയനും ഇത്രയും കാലം, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനെ സംരക്ഷിച്ചിട്ടുള്ളത് ഇവിടുത്തെ BJP ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ത്യയിലെ എല്ലാ പ്രമുഖരായ പ്രതിപക്ഷ നേതാക്കന്മാരെയും മിനിറ്റുകൾക്കുള്ളിൽ തൂക്കിയെടുത്ത് ജയിലിലിടുന്ന BJPക്ക് കേരളത്തിലെ പിണറായി വിജയൻ ശക്തവും വ്യക്തവുമായ രൂപത്തിൽ അഴിമതി നടത്തിയിട്ടും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ ഹൈക്കോടതിയിലടക്കം രേഖകൾ സമർപ്പിച്ചിട്ടും പിണറായി വിജയനെ തൊടാൻ ഇന്നുവരെ ശ്രമിക്കാത്തതിന് കാരണം കേരളത്തിലെ BJP നേതാക്കന്മാർ കേന്ദ്രത്തിന് കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ്. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം, അത് കേരളത്തിൽ പിണറായി വിജയനാണ് നിൽക്കുന്നത്. പിണറായി വിജയൻ പോയി കഴിയുന്ന 10 വർഷം ഭരിച്ചാൽ ഇവിടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നു BJP കേന്ദ്രത്തിൽ കൊടുത്തിരുന്നത്. എന്നാൽ അത് 8 നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല, 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഭരിച്ച് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായി എന്നല്ലാതെ ഇവിടെ കോൺഗ്രസിന് യാതൊരു തകർച്ചയും ഉണ്ടായില്ല. മാത്രമല്ല, അവർ 47% വോട്ടോടുകൂടി കൃത്യമായി അധികാരത്തിൽ വന്നു. 102 സീറ്റുകൾ കിട്ടി. ഇപ്പോഴൊരു ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ 140 സീറ്റും UDF വിജയിക്കത്തക്ക രീതിയിലുള്ള ഒരു ജനപിന്തുണ UDFനുണ്ട് താനും. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഈ സമയത്തൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് അതിന് പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ചില ഇടപാടുകളും നടന്നിരുന്നു. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത് മുരളീധരൻ, യൂസഫ് അലി, പിണറായി വിജയൻ്റെ മകൻ, ഇവർ 3 പേരും കൂടെ എല്ലാ കേസുകളും പറഞ്ഞ് അവിടുന്ന് സെറ്റിൽമെൻറ്റ് ചെയ്യും. സുരേന്ദ്രന് കൊടുക്കാനുള്ളത് അവിടെ കൊടുക്കും. ഇവർക്കെല്ലാം തന്നെ യൂസഫ് അലിയുടെ കമ്പനിയിൽ വലിയ നിക്ഷേപമുണ്ടെന്നുള്ള ആരോപണം വന്ന് BJP നേതാക്കന്മാർ തന്നെ പലരും എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ ആരാണ് എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവർ സെറ്റിൽമെൻ്റാണ് നടത്തിയിരുന്നത്. ലാവ്ലിംഗ് കേസ് എടുത്തു നോക്കാം. ലാവ്ലിംഗ് കേസ് 2017 സുപ്രീം കോടതിയിൽ എത്തിയത്. അതിനു മുമ്പ് 2014 കേരളത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വിധി വരുന്നത്. ഹൈക്കോടതിയിൽ പ്രോസിക്യൂട്ടറെ മാറ്റി പിണറായി വിജയൻ അനുകൂലമായ നിലപാടെടുക്കുന്ന പ്രോസിക്യൂട്ടറെയാണ് അന്ന് വെച്ചിരുന്നത്. അതിലപ്പുറത്തേക്ക് ഹൈക്കോടതി ജഡ്ജ് ഉബൈദിനെ 25 കോടി രൂപ കൊടുത്ത് സ്വാധീനിച്ചു എന്നും, അതേപോലെ അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്ക് യൂസഫ് അലിയുടെ കമ്പനി ജോലി കൊടുത്തുമെന്നുള്ള ആരോപണം അജയൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഇന്ത്യൻ പ്രസിഡന്റ് അയച്ച കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ജഡ്ജ് രാജുവിന് 5 കോടി രൂപ കൊടുത്തിട്ടാണ് അദ്ദേഹം ലാവ്ലിംഗ് കേസ് അട്ടിമറിച്ചതെന്നും കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാം, 2000-ഓളം സാക്ഷികളുള്ള 20,000-ഓളം പേജുകളുള്ള ഡോക്യുമെൻറ്റ്സ് വിസ്തരിച്ച്, ഓരോ സാക്ഷികളെയും വിസ്തരിച്ച്, അവരെല്ലാവരും 200-ഓളം സാക്ഷികളാണ് കേട്ടോ. അപ്പം വിസ്തരിച്ച് അവരിൽ നിന്നെല്ലാം മൊഴിയെടുത്ത് കൃത്യമായി കാര്യങ്ങൾ നീങ്ങിയിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇന്ന് ജയിലിൻ്റെ അകത്തായിരുന്നു. ഞാനാണ് ആ വാർത്ത ആദ്യം കൊണ്ടുവന്നത്. അതിൻ്റെ പേരിലാണ് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചത്. അതിലാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് അവിടെ പെട്രോളും ഗുണ്ടാകളുമായി വന്ന് ഓഫീസ് കത്തിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും 2 പേർ, അതായത് മാനേജരും സോമനും അതേപോലെ ഫിനാൻസ് മാനേജർ രാജനും അവർക്ക് മർദ്ദനമേറ്റ് പിന്നീട് അവർ അതിൻ്റെ പേരിൽ തന്നെ മരിക്കുകയുണ്ടായി. 2 പേരുടെ മരണത്തിന് ഉത്തരവാദിയാണ് മുഹമ്മദ് റിയാസ്. അത്രയും നീചനാണ് അദ്ദേഹം. അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെയും ലാവ്ലിംഗ് കേസിൻ്റെയും രേഖകൾ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പല സ്ഥാനമാനങ്ങൾ നേടുകയും അവസാനം മന്ത്രിസ്ഥാനവും മകളെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേടും പിണറായി വിജയൻ ഉണ്ടായത് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കി, നാഭിക്ക് ചവിട്ടി, പാളയ മാർക്കറ്റിൽ 50 രൂപയ്ക്ക് എത്ര പെണ്ണുങ്ങളെ വേണം കിട്ടും, നിന്നെ ആർക്ക് വേണം ഇടി എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ കൊടുത്ത അഫിഡവിറ്റിൽ തന്നെയാണ്. അതിലുണ്ടായ 2 കുട്ടികളെ തിരിഞ്ഞു നോക്കുന്നില്ല മുഹമ്മദ് റിയാസ് എന്നുള്ളതാണ് സത്യം. എന്നാൽ വീണ വിജയൻ്റെ ആദ്യ ഭർത്താവിനുണ്ടായ പേരക്കുട്ടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ നോക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ റിയാസിൻ്റെ ആദ്യത്തെ 2 കുട്ടികളെ ഇതുവരെ
സ്വന്തം മക്കളെ പോലെ ഒന്ന് കാണാനോ ഒന്ന് വിളിച്ചു വരുത്താനോ ഒന്ന് തലാടാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അത് എത്ര ക്രൂരനാണ് എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല, നമുക്ക് മാറാം, പിന്നീട് അത്തരം കാര്യങ്ങൾ പറയാം. ഇവിടെ നമ്മളെ ഇപ്പോഴത്തെ വിഷയം SFIO രേഖകളൊന്നും കൊടുക്കാതെ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റിന് 134 രേഖകളാണ് SFIO കൊടുക്കേണ്ടത്. എന്നാൽ ആ രേഖകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വീണ വിജയൻ്റെ മൊബൈൽ ഫോണിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതിൽ ക്ലൗഡിൽ എല്ലാ രേഖകളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എവിടെയെല്ലാം സമ്പാദ്യങ്ങളുണ്ട്, ഏതെല്ലാം രാജ്യങ്ങളിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം. എൻ്റെ ഓഫീസിൽ നിന്ന് 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ്റെ അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകളാണ് പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസ് എടുത്ത് പിണറായി വിജയൻ കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള പരാതിയും കൊടുത്തിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് DGPക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ. ഇതുവരെ ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ കണ്ട് ഈ കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുക്കും. രമേശ് ചെന്നിത്തലയും കാണുന്നുണ്ട്. എൻ്റെ നേരത്തെയുള്ള പരാതിയിൽ അന്വേഷണം നടത്തണമെന്നും കൃത്യമായ നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി കൂടിയാണ് വീണ്ടും കൊടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ SFIO വളരെ രേഖകൾ കൊടുക്കാതെ കളിപ്പിക്കുന്നതിന് പിന്നിൽ കേരളത്തിലെ BJPയിലെ 3 നേതാക്കന്മാരുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്നും പിണറായി വിജയനെതിരെ ശക്തമായി ആഞ്ഞടിച്ചിട്ടുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അതിൻ്റെ പേരിൽ അവർക്ക് ധാരാളം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടേണ്ടി വന്നു. ഈവൻ പാലക്കാട് തോൽക്കുന്നതിന് പിന്നിലും അതിനൊരു കാരണമുണ്ട്. പിണറായി വിജയൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞത് ഏത് വിധേനയെങ്കിലും വീണ വിജയനെ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കണമെന്നാണ്. അവിടെ 13,000 വോട്ടിനാണ് തോറ്റത്. ആക്ച്വലി CPM വോട്ട് UDFന് മറച്ചു കൊടുത്തു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 49,000 വോട്ട് അവർ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ സാധാരണ 43,000 വോട്ടൊക്കെയാണ് ഉണ്ടാവാറ്. BJPയിലെ ഏകദേശം 10,000-ഓളം വോട്ട് അവിടെ മാറ്റിയെന്നും പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവിടെ 10,000-ഓളം വോട്ട് BJPയുടെ വോട്ട് അട്ടിമറിച്ച് UDF സ്ഥാനാർത്ഥി കൊടുത്തു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. എന്തായാലും BJP കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയനെ സംരക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നപ്പോൾ സ്വപ്ന സുരേഷിനെയും ശിവശങ്കറേയും അറസ്റ്റ് ചെയ്തു. സ്വപ്ന സുരേഷ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ പിണറായി വിജയനും മകളും ഭാര്യയും മകനും എല്ലാമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും തന്നെ ഇവിടെ കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 33 തവണ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം വന്നു എന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വർണം എന്ന് പറയുന്ന ബിരിയാണി ചെമ്പിലൂടെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് UAE കോൺസുലേറ്റ് വഴി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾ കൊണ്ട് അവിടുന്ന് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടില്ലല്ലോ. ചൂടോട് കൂടിയിട്ട് മേലെ ബിരിയാണി ആയിട്ടാണ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പ് പോയത്. ഇതേപോലെ തന്നെ കൈരളി ചാനലിലേക്കും ഇത്തരം സ്വർണം എത്തിയിരുന്നു. അവിടെയുള്ള CCTVകളെല്ലാം അന്ന് ഓഫ് ആക്കിയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല, പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല. സ്വപ്ന സുരേഷും അതേപോലെ ശിവശങ്കറും അറസ്റ്റിലായി എന്നുള്ളത് മാത്രം. ശിവശങ്കർ എന്നും രാജഭക്തി ഉള്ളതുകൊണ്ട് ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വപ്ന സുരേഷ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, തന്നെയല്ല ഞാൻ നിരപരാധിയാണെന്ന് കാണിച്ചുകൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കസ്റ്റംസ് കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ പറയുന്ന പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർക്കെതിരെ ശക്തവും വ്യക്തവുമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ച് കസ്റ്റംസ് പറയുന്നത്. അത് ക്രൈമാണ് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത്. 2020 നവംബർ മാസത്തിലാണ് ക്രൈം ഓൺലൈൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ഈ കാര്യം ക്രൈം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ വിധത്തിൽ കേരളത്തിൽ പിണറായി വിജയനെ മകളെ ചോദ്യം ചെയ്തിട്ടും ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ കള്ളക്കളികൾ, അതായത് ഇവിടെയുള്ള BJP നേതാക്കന്മാർ പണം വിവരങ്ങൾ വിളിച്ചു പറയും എന്നുള്ള ഒരു പേടിയിലാണ് BJP നേതാക്കന്മാർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് BJP നേതാക്കന്മാർക്ക് പിണറായി വിജയൻ്റെ അഴിമതികളെല്ലാം തന്നെ പൂഴ്ത്തിവെച്ച് ദേശീയ കുറ്റാന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്താതെ കേസെല്ലാം മരവിപ്പിച്ചതിന് പിന്നിൽ ഇവിടുത്തെ BJP നേതാക്കന്മാരാണ് എന്നുള്ള ആരോപണമാണ് ഉള്ളത്. ഇതിന് രാജീവ് ചന്ദ്രശേഖർ ശക്തമായ എതിർപ്പാണ്, ഷോൺ ജോർജ് എതിർപ്പാണ്. ഷോൺ ജോർജ് വളരെ ശക്തമായ രൂപത്തിലാണ് പോരാട്ടം നടത്തുന്നത്. ഷോൺ ജോർജിൻ്റെ ഒറ്റ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇവിടെ ഇവരെ എത്തിച്ചിട്ടുള്ളത്. ഷോൺ ജോർജിന് കൃത്യമായ വ്യക്തമായ
ഒരു കൃത്യമായ പ്രതികാരമുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനെ സ്വന്തം മക്കളെ മുന്നിൽ വെച്ച് പോലീസിനെ ഉപയോഗിച്ച് പോലീസിനെ വീട്ടിൽ കയറ്റി അദ്ദേഹത്തെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അന്ന് പേടിച്ചു പോയ കുട്ടികൾ പൊട്ടിക്കരഞ്ഞിരുന്നു, പേടിച്ച് ഞെട്ടിവിറച്ചിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഷോൺ ജോർജിൻ്റെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം ശക്തമായ പോരാട്ടം നടത്തി BJPയിലെ ഇത്തരം നേതാക്കന്മാരുടെ ഇടപെടലിനെ കൃത്യമായി മനസ്സിലാക്കി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഈ കാര്യത്തിൽ ഷോൺ ജോർജിനോടൊപ്പമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും പിണറായി വിജയനെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് BJPയിലെ 3 നേതാക്കന്മാരാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതിന് കാരണം BJP നേതാക്കന്മാർ വാങ്ങിയ കോടികളാണ് അത് അവർക്ക് വിദേശത്ത് യൂസഫ് അലിയുടെ കമ്പനിയിൽ പോലും നിക്ഷേപങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും നമുക്കറിയാം കെ സുരേന്ദ്രൻ്റെ കല്യാണത്തിന് യൂസഫ് അലി പോലും വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മമ്മൂട്ടി വന്നിട്ടുണ്ട്, പിണറായി വിജയൻ പോലും വന്നിട്ടുണ്ട്. കേരളത്തിൽ BJPയുടെ പ്രമുഖരായ നേതാക്കന്മാരെ പോലും ക്ഷണിക്കാത്ത സ്ഥലത്താണ് കെ സുരേന്ദ്രൻ ഇവിടെയുള്ള യൂസഫ് അലിയെയും പിണറായി വിജയനെയും പിന്നെ മമ്മൂട്ടിയെല്ലാം കൊണ്ടുവന്നത്. അതിനർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അതുതന്നെയാണ്. നമുക്കറിയാം കാലാകാലങ്ങളിലായി കെ സുരേന്ദ്രനാണ്, അതേപോലെ വി മുരളീധരനാണ് ഏറ്റവും അധികം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തതും പിണറായി വിജയൻ്റെ കേസുകളെല്ലാം ഒതുക്കിയതെന്നുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴുള്ള നേതാക്കന്മാർ ആരാണ്? 3 നേതാക്കന്മാർ എനിക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. 3 പ്രമുഖ BJP നേതാക്കന്മാർ, അതിലൊരു MLA കൂടി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. എന്തായാലും കേസ് അട്ടിമറിക്കാൻ, പിണറായി വിജയനെ രക്ഷിക്കാൻ, മകളെ രക്ഷിക്കാൻ BJP നേതാക്കന്മാർ രംഗത്ത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അതാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. നന്ദി, നമസ്കാരം.